എല്ലാ തവണ ഭിവണ്ടിയിലേക്ക് വെക്കേഷൻ ടൈമിൽ വരുന്ന സമയത്തൊക്കെ മുംബൈയിൽ വന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജും കാണാതെ മടങ്ങാറില്ല. അതുപോലെ ഒരു മോർണിംഗിൽ കാണാനായിട്ട് ഇറങ്ങിയതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ തൊട്ടു മുന്നിലുള്ള താജ് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗം അതിമനോഹരമായാണ് നിലകൊള്ളുന്നത്. അതെല്ലാം കണ്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എല്ലാ തവണ വരുമ്പോഴും എടുക്കാറുള്ളത് പോലെ തന്നെ ഇത്തവണയും എടുത്തു. അതിനുശേഷം പിന്നീട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയാണ്. ഉച്ചയായ സമയത്താണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. ഒരു 3 മണി ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ഹാജി അലി ദർഗ കാണാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്കത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. നമ്മൾ ഈ ഒരു ടണലിലൂടെ പോകുന്നത് കടലിന് മുകളിലായിട്ടാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ഈ മുകേഷ് അംബാനിയുടെയും അതുപോലെ തന്നെ അവരുടെ മകളുടെ വീടാണ് ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ഈ ഒരു വീട് കേട്ടോ, ഒരു വില്ല. അതൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ഈ ബാന്ദ്ര വോളി സീ ലിങ്ക് ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് കേട്ടോ. ആ ഒരു ബ്രിഡ്ജാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ദ ഫസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 21.8 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ, അടിപൊളി കൺസ്ട്രക്ഷൻ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് അഭിമാനം തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിഡ്ജാണ് കേട്ടോ. അപ്പൊ അതിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറെ ബോളിവുഡ് താരങ്ങളുടെ വീടും വില്ലാസും ഒക്കെ കാണാൻ പറ്റി. ഇതാണ് നമ്മുടെ ഷാറൂഖ് ഖാന്റെ വില്ല. ഷാറൂഖ് ഖാന്റെ വില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ തവണ ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഷാറൂഖ് ഖാന്റെ മകന്റെ എൻട്രി ഒക്കെ കാണാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ ആൾട്രേഷൻ നടക്കുന്ന കാരണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇതാണ് സൽമാൻ ഖാന്റെ തറവാട് വീട്. ഇവിടെ എപ്പോഴും പോലീസും സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് മുന്നിൽ എപ്പോഴും അതുണ്ടാവും. പിന്നെ എൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. അവളെ കൂടെ മീറ്റ് ചെയ്യാന്ന് കരുതിയിട്ട് തന്നെയാണ് മുംബൈയിൽ ആ സമയത്ത് എത്തുമ്പോൾ വിളിക്കാന്ന് കരുതി. പിന്നെ അതിനുശേഷം സ്ട്രീറ്റ് ഫുഡിലേക്ക് പോയി. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ജൂഹുലാണ് നമ്മൾ എത്തിയത്. എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നമ്മൾ അവസാനം ജൂഹുലേക്ക് വന്ന് ചേരുമല്ലോ. നമുക്ക് ഹാജി അലി ദർഗയിലൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ, കാരണം അതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ പോകാന്ന് വിചാരിച്ചത്. കടലിന് നടുവിലാണ്. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ തിന്നുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കേട്ടോ, കാരണം എനിക്ക് പിന്നീട് ഫുഡ് ഇൻഫെക്ഷൻ വന്നു, കുറെ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി. എന്തായാലും ഖുബൂസും അലീസിലുമാണ് അവസാനിച്ചത്. നല്ല അടിപൊളി അലിഞ്ഞു പോകുന്ന അലീസ് ആയിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ.